നോബൽ മാർക്കാരൻ പ്രധാനമന്ത്രിയുടെ ചിത്രം ഉയർത്തിക്കൊണ്ടുള്ള വിജയാഹ്ലാദ പ്രകടനമൊക്കെയാണ് നമ്മൾ ഇപ്പോൾ ബീഹാറിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി ഈ കാര്യത്തിൽ നടത്താൻ പോകുന്ന പ്രതികരണം വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ചും ഒന്നിച്ച് സഖ്യമായി കേന്ദ്രത്തിൽ ഭരിക്കുന്ന പാർട്ടികൾക്ക് രണ്ട് കൂട്ടർക്കും അവരവരുടെ സംസ്ഥാനങ്ങളിൽ ഭരണം വളരെ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു. ഇത് പ്രതീക്ഷിച്ചതിലും അപ്പുറമുള്ള ഒരു വലിയ വിജയമാണ് എന്നായിരിക്കില്ലേ പറയുക? എപ്പോഴായിരിക്കും അവിടുത്തെ കൂടിയാലോചനകളൊക്കെ നടക്കുക? പ്രധാനമന്ത്രിയുടെ അഭിസംബോധന എപ്പോൾ? സുജയ, NDA ക്യാമ്പിനെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒരു വിജയമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് വലിയ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. നിലവിൽ ലോക്സഭയിലാണെങ്കിൽ പോലും വലിയ ഭൂരിപക്ഷമില്ലാത്ത സർക്കാർ എന്ന് പറയുമ്പോഴും ആ സർക്കാരിന് വലിയ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു വിജയം ബീഹാറിൽ ഉണ്ടായിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. JDU ഒപ്പം BJP സഖ്യം മികച്ച വിജയം നേടിയിരിക്കുന്നു. ഇന്നിപ്പോൾ 8 മണിക്കാണ് BJP ആസ്ഥാനത്തേക്ക് പ്രധാനമന്ത്രി എത്തുക. പ്രധാനമന്ത്രി 8 മണിക്ക് ഇവിടെ എത്തി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും. ഇതിനോടൊപ്പം ചില പ്രവർത്തകർക്ക് ഇത്തരത്തിൽ സന്തോഷം പങ്കിടാനും ഒപ്പം മധുരം വിതരണം ചെയ്യാൻ ഈ പ്രദേശത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താണെങ്കിലും വലിയ ആഘോഷത്തിലായിരിക്കും BJP ദേശീയ ആസ്ഥാനം ഇന്നിപ്പോൾ വൈകിട്ട് ഉണ്ടാവുക എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. വലിയ തരത്തിലുള്ള പ്രതികരണങ്ങൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുണ്ടാകും. പ്രത്യേകിച്ച് വലിയ ആരോപണങ്ങളാണ് ഇന്ത്യ സഖ്യം അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഇന്ത്യ സഖ്യം ഉയർത്തിയത് പ്രധാനമന്ത്രിക്കെതിരെ അല്ലെങ്കിൽ BJPക്കെതിരെ. അതിനെയൊക്കെ നിഷ്പ്രഭമായിക്കൊണ്ട് വലിയ വിജയം ഉണ്ടായിരിക്കുന്നു. സ്വാഭാവികമായും വലിയ മുന്നേറ്റമാണ് ഇത് എന്ന് വേണം പറയാൻ. കാരണം കഴിഞ്ഞ തവണത്തേക്കാൾ 2020 മികച്ച നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. അതൊരു വലിയ ടീം വർക്കിന്റെ വിജയമാണ് എന്ന് തന്നെ BJP വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. അതാണെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനത്ത് നിതീഷ് കുമാർ തന്നെ എത്താനുള്ള സാധ്യതയാണ് ഉള്ളത്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ ഇന്നു മുതൽ തന്നെ BJP സജീവമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. ഇത്രയും വലിയ വിജയം ഉണ്ടായ പശ്ചാത്തലത്തിൽ ഇനിയിപ്പോൾ എത്രയും വേഗം സർക്കാരിനെ അധികാരത്തിലേറ്റുക എന്തായിരിക്കും, സത്യപ്രതിജ്ഞ അടക്കമുള്ള കാര്യങ്ങൾ എത്രയും വേഗം നിശ്ചയിക്കുക എന്തായിരിക്കും ഇനിയിപ്പോൾ BJPക്ക് മുന്നിലുള്ള പ്രധാനപ്പെട്ട നീക്കം. അതിനുള്ള ചർച്ചകൾ ഇന്ന് തന്നെ പാർട്ടി ക്യാമ്പിൽ ആരംഭിക്കും എന്നാണ് നമുക്ക് വിവരം ഉള്ളത്. അതുമായി ബന്ധപ്പെട്ട പാർലമെന്ററി ബോർഡ് കൂടിക്കാഴ്ചകൾ ചർച്ചകളൊക്കെ ഉടൻ തന്നെ ഉണ്ടാകും എന്ന് BJP ക്യാമ്പ് വ്യക്തമാകുന്നു. അതായത് ഇന്നിപ്പോൾ വൈകിട്ട് 8 മണിയോടെ BJP ആസ്ഥാനത്തേക്ക് പ്രധാനമന്ത്രി എത്തും. അതിനുശേഷം പ്രവർത്തകരെ മോദി അഭിസംബോധന ചെയ്യും. തീർച്ചയായും വലിയ അഭിമാനകരമായ നേട്ടമാണ് ഇന്നിപ്പോൾ NDAക്ക് ബീഹാറിൽ ഉണ്ടായിരിക്കുന്നത്. സുജയ. ഓക്കെ, നോബൽ തുടരുക. പിയാ സുനിലുണ്ട് നമുക്കൊപ്പം. പിയാ സുനിൽ, ഇവിടെ RJD നല്ല ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുമെന്നാണ് ആദ്യ ഏർലി ലീഡുകൾ വന്നപ്പോൾ നമുക്ക് തോന്നിയത്. എന്നാൽ RJDയുടെ പ്രകടനം അത് ഇതുവരെ കണ്ടിട്ടുള്ളതിൽ, ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും മോശം അവസ്ഥയിലേക്ക് എത്തുകയല്ലേ? ഒരുപക്ഷെ റാബ്രി ദേവി പരാജയപ്പെട്ട തെരഞ്ഞെടുപ്പിന് തുല്യമായ ഒരു വലിയ തകർച്ചയിലേക്കാണ് RJD വന്ന് വീണിരിക്കുന്നത്. റാബ്രി ദേവിയുടെ കാലത്ത് നമുക്കറിയാം ജംഗിൾ രാജ് എന്ന് ബീഹാറിന് ഒരു പേര് കിട്ടിയ ഒരു കാലമായിരുന്നു. അന്ന് 22 സീറ്റ് മാത്രമാണ് RJDക്ക് അന്ന് ലഭിച്ചത്. ഏതാണ്ട് അതിന് സമാനമായ രീതിയിൽ RJD തകർന്നടിയുന്ന ഒരു സാഹചര്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നത് RJD വളരെ നന്നായി പെർഫോം ചെയ്ത തെരഞ്ഞെടുപ്പായിരുന്നു 2020-ലേത്. 2020-ലെ തെരഞ്ഞെടുപ്പിൽ കപ്പിനും ചുണ്ടിനുമിടയിലാണ് RJDക്ക് അധികാരം നഷ്ടമായത്. അപ്പോൾ വലിയ ആത്മവിശ്വാസത്തിലാണ് RJD ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഈ സീറ്റ് വിഭജന ചർച്ചയിലൊക്കെ തന്നെ കഴിഞ്ഞ തവണത്തേതുപോലെ 123 സീറ്റുകളിൽ മത്സരിക്കാം എന്നുള്ളതായിരുന്നു കോൺഗ്രസും RJDയും തമ്മിൽ ഉണ്ടാക്കിയ ആദ്യ ധാരണയെങ്കിൽ ഒരു കേവല ഭൂരിപക്ഷത്തിനേക്കാൾ കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കണം എന്നതൊരു RJDയുടെ ഒരു ആത്മവിശ്വാസമായിരുന്നു. അതിന്റെ പേരിൽ വലിയ തർക്കമായിരുന്നു പിന്നീട് മഹാസഖ്യത്തിൽ നടന്നത്. 143-40-ലധികം സീറ്റുകളിൽ പിന്നീട് RJD മത്സരിക്കാൻ തീരുമാനിക്കുകയും കോൺഗ്രസും RJDയും ഒക്കെ പരസ്പരം പല സീറ്റുകളിലും പത്രിക നൽകുന്ന സാഹചര്യവും സൗഹൃദ മത്സരവും ഒക്കെ പറഞ്ഞു കേട്ടതാണ്. പക്ഷേ ഇത്രയും വലിയൊരു പരാജയം RJD പ്രതീക്ഷിച്ചതല്ല. RJDയുടെ വലിയ തകർച്ചയാണ് ഇത്തവണത്തെ ബീഹാർ തെരഞ്ഞെടുപ്പിൽ കണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ SIR-നെ പഴിച്ചിട്ട് കാര്യമുണ്ടോ എന്നതൊക്കെ തന്നെ ഈ പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെ പരിശോധിക്കേണ്ടതാണ്. ഏതായാലും RJDയെ സംബന്ധിച്ച് വലിയ പ്രഹരമാണ് അത്. ഒരുപക്ഷെ 2005-ലെ തെരഞ്ഞെടുപ്പിനെ ഓർമ്മപ്പെടുത്തുന്ന തരത്തിൽ RJD തകർന്നടിയുന്ന കാഴ്ചയാണ് ഇപ്പോൾ ബീഹാറിൽ ഉണ്ടായിരിക്കുന്നത്. ഇനി മേഖല തിരിച്ചു നോക്കിയാൽ നോക്കൂ, മിഥിലാഞ്ചൽ മേഖല ഒരുപക്ഷെ മഹാസഖ്യത്തിന് വലിയ പ്രതീക്ഷയുള്ള ഒരു മേഖലയായിരുന്നു. അവിടെയൊക്കെ തന്നെ 50 സീറ്റിൽ 40 NDA സ്ഥാനാർത്ഥികൾ വിജയിക്കാൻ പോകുന്ന സാഹചര്യമാണ്. 10 മാത്രമാണ് അവിടെ മഹാസഖ്യത്തിന് ലീഡ് ചെയ്യാൻ സാധിക്കുന്നത്. സീമാഞ്ചൽ മേഖല മഹാസഖ്യത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടുത്തെ കിഷൻഗഞ്ച് ജില്ലയൊക്കെ തന്നെ മുസ്ലിം ഭൂരിപക്ഷ കേന്ദ്രങ്ങളാണ്. അവിടെയൊക്കെ ഇപ്പോൾ 16 NDA സ്ഥാനാർത്ഥികൾ മുന്നേറുന്നു. 3 മാത്രമാണ് മഹാസഖ്യത്തിന് മുന്നേറാൻ കഴിയുന്നത്. 5 സീറ്റിൽ അവിടെ MIM ലീഡ് ചെയ്യുന്നു. അവിടെ MIM ചിലയിടങ്ങളിൽ കോൺഗ്രസിന്റെയും RJDയുടെയും സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് വലിയ തിരിച്ചടിയായിട്ടുണ്ട്. അതുപോലെ തന്നെ ത്രിഹട്ടിലേക്ക് വന്നാൽ അവിടെ 49 സീറ്റിൽ 45 NDA സഖ്യം മുന്നേറുകയാണ്. അങ്ങനെ